ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റോസ് കിച്ചടി പരിചയപ്പെടാം. റോസ് കിച്ചടി എന്ന് കേൾക്കുമ്പോൾ റോസാപ്പൂ ഇതിലുണ്ട് എന്ന് കരുതേണ്ട കേട്ടോ. ഇത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. ഒരു സമൂഹ സദ്യയിലാണ് ഞാൻ ഈ രുചി പരിചയപ്പെട്ടത്. അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പി വാങ്ങി പരീക്ഷിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് കൂട്ടുകാർക്കും പരിചയപ്പെടുത്തുകയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ബീറ്റ്റൂട്ട് 1/2 പകുതി, സവാള 1 എണ്ണം, പച്ചമുളക് 2 എണ്ണം, തേങ്ങ 1 കപ്പ്, വെളുത്തുള്ളി 2 അല്ലി, ജീരകം 1 സ്പൂൺ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, എണ്ണ, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചതിന് ശേഷം 1/2 സ്പൂൺ കടുക് അതിലിട്ട് ചതച്ചെടുക്കണം. കടുക് അരയാൻ പാടില്ല കേട്ടോ, കയ്പുണ്ടാവും. അല്ലെങ്കിൽ കടുക് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് കപ്പിലേക്ക് എടുത്തു വെക്കാം. 1 കപ്പ് പുളിയില്ലാത്ത തൈര് ഉടച്ചു വയ്ക്കാം. സ്റ്റൗവിലേക്ക് കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇതിലിട്ട് ഇളക്കാം. അതിനുശേഷം അരിഞ്ഞ ബീറ്റ്റൂട്ട് ഇതിലേക്കിട്ട് നന്നായി വഴറ്റുക. അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റിയതിന് ശേഷം അരച്ചു വെച്ച അരപ്പും കടുക് ചതച്ചതും ചേർത്ത് ഒന്നിളക്കി ആവി വരുന്നത് വരെ വയ്ക്കാം. അരപ്പ് വേവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ചെറുതായി തണുത്തതിന് ശേഷം ഉടച്ചു വെച്ച തൈര് ചേർത്തിളക്കി വയ്ക്കാം. കടായി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ മൂപ്പിച്ച് കറിയിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് ഇളക്കാം. തൈര് പോരാ എങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇതാ റോസ് കിച്ചടി റെഡി. നല്ല നിറവും രുചിയും ഒത്തിണങ്ങിയ ഈ കിച്ചടി ട്രൈ ചെയ്ത് നോക്കണേ. ഇതിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബായ്, വീണ്ടും കാണാം.